നമസ്കാരം. എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മണിപ്പൂർ ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ ഉണങ്ങാത്ത മുറിവായി മാറിയിട്ട് 8 മാസങ്ങൾ പിന്നിടുകയാണ്. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കലാപത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേരുടെ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഈ ഒരു കലാപത്തിൽ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളും തകർക്കപ്പെട്ടു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കലാപം ആരംഭിച്ച് 8 മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ കലാപം കൃത്യമായ രീതിയിൽ അടിച്ചമർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ എന്താണ് വാസ്തവം ഞങ്ങളുടെ ഈ ഒരു ടീം ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത്? പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും പല മാധ്യമങ്ങളും അവസരത്തിലും അനവസരത്തിലും മണിപ്പൂർ കലാപത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. അവരുടെ പല പ്രസ്താവനകളും പലപ്പോഴും ഒരു വൺ സൈഡഡായി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താണ് അവിടെ നടക്കുന്നത് എന്ന് കൃത്യമായ ഒരു ബോധ്യമില്ലാതെ പറയുന്നതായി പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മണിപ്പൂർ കലാപം അത് തികച്ചും ഒരു വർഗീയ കലാപമായി ചിലർ ചിത്രീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വാസ്തവമാണ്. എന്താണ് വാസ്തവം? ഞങ്ങളുടെ ഈ ഒരു ടീം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ ജോർജി. ജോർജി, നമ്മൾ ഇതിൻ്റെ ഒരു വാസ്തവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതിൻ്റെ വാസ്തവമാണ് നമ്മൾ അന്വേഷിക്കുന്നത് കൃത്യമായ ആദ്യഘട്ടത്തിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവരെ കുറിച്ചുള്ള പല ചർച്ചകളെയും മണിപ്പൂർ വിഷയം പലരും ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഈ മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് ഉയർത്തുന്ന പ്രസ്താവനകൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് കണ്ണോടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാസ്തവം അതിൻ്റെ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് നോക്കാം. അതെ ജോർജ്, ഈ മണിപ്പൂരിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ളത് അതല്ലെങ്കിൽ അവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം സമഗ്രമായിട്ട് നൽകിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനലായിട്ട് വേണമെങ്കിൽ ഷെക്കേന ന്യൂസിനെ നമുക്ക് പറയാം. കാരണം അത്രയധികം നമ്മൾ ആ മണിപ്പൂർ സംഭവത്തെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഓരോ റിപ്പോർട്ടുകളും തയ്യാറാക്കിയത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പലരും പറയുന്ന ജോർജ് ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും മണിപ്പൂർ ഈ ഒരു വാക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു പല്ലവി പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ക്രൈസ്തവരെ ചില കാര്യങ്ങൾ അവർക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. അല്ലാതെ ക്രൈസ്തവരോടുള്ള സ്നേഹം കൊണ്ടോ മണിപ്പൂരിലത്തെ ജനതകളോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. നമുക്ക് തന്നെ അറിയാം, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പോയിരുന്നു. അതുപോലെ അതിന് മുൻപും മണിപ്പൂരിൽ പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ആണെങ്കിലും അവിടെ പറയുന്ന വാക്കുകളിൽ ക്രൈസ്തവരെ കുറിച്ചുള്ള ഒരു പ്രതിപാദ്യവും ഇല്ല. അദ്ദേഹം പറയുന്നത് പോലും എത്നിക് കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും അത് സർക്കാരിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ സർക്കാരിനെ അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കേരളത്തിന് പുറത്ത് ഏത് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതേ കോൺഗ്രസിൻ്റെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ മണിപ്പൂരിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന സ്റ്റാൻഡല്ല കേരളത്തിൽ വന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പലപ്പോഴും നമ്മൾ എത്രത്തോളം ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചോ, എന്നാൽ അതിൽ നിന്നെല്ലാം ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ഇത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുമ്പോൾ ക്രൈസ്തവരുടെ യഥാർത്ഥ വേദന എന്താണെന്ന് അറിയാതെ, ക്രൈസ്തവർ മണിപ്പൂരിൽ എന്താണ് നേരിടേണ്ടി വന്നത്, ഏത് തരത്തിലുള്ള പീഡനത്തിലൂടെയാണ് ക്രൈസ്തവർ കടന്നു പോയതെന്ന് അറിയാതെ വെറും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം മണിപ്പൂരിനെ ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം ഈ കലാപം തുടങ്ങിയതിൻ്റെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് പിന്നെ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. മണിപ്പൂരിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു വംശീയ കലാപമാണ്. അത് കുക്കികളും ക്രൈസ്തവരാണ്, പക്ഷേ അവർ ഗോത്രവംശജരാണ്. മെയ്തേകളിൽ സനാമഹി ഹൈന്ദവ വിശ്വാസത്തിലുള്ളവരും 1,00,000-ലേറെ ക്രൈസ്തവരും 10% പങ്കൽസ് എന്നറിയപ്പെടുന്ന മുസ്ലിംസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വംശീയ കലാപമാണ് മണിപ്പൂരിൽ നടന്നതെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനുള്ളിൽ ചില വർഗീയ എലമെന്റുകൾ കയറി കൂടിയിട്ടുണ്ട്. അത് ആ കലാപത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കി നമ്മളത് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് കുക്കികളും മെയ്തേകളും തമ്മിലുള്ള കലാപമല്ല. അത് മെയ്തേയ് വിഭാഗത്തിലെ ക്രൈസ്തവ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 1,00,000-ഓളം പേരുടെ 250-ഓളം പള്ളികൾ. ഈ പള്ളികൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ കാണുന്ന പോലത്തെ പള്ളികളായിട്ട് നമ്മൾ സങ്കല്പിക്കരുത്. അവരുടെ ചെറുതും വലുതുമായ പല പള്ളികളും
250ഓളം പള്ളികൾ തകർക്കപ്പെട്ടു. ഈ തകർക്കപ്പെട്ടതിലാണ് വർഗീയത നമ്മൾ കണ്ടത്. അവിടെ എന്തുകൊണ്ട് ഈ പള്ളികൾ പെട്ടെന്ന് തന്നെ വെറും 3 ദിവസത്തിനുള്ളിൽ 36 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പള്ളികൾ തകർക്കപ്പെട്ടു? ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വർഗീയ എലമെന്റ്. ഈ എലമെന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ എലമെന്റിലേക്ക് കടക്കാതെ എല്ലാ ക്രൈസ്തവരെയും ഹിന്ദുക്കൾ ചേർന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വിഭാഗങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് കേരളത്തിൽ ഇപ്പോഴും പ്രചരണം നടക്കുന്നത്. ജോർജ്, അതുപോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ക്രൈസ്തവ പീഡനം എന്ന് പറയുമ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ, നോർത്ത് ഈസ്റ്റ് നമ്മൾ രണ്ടായിട്ട് കാണും. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണ്ടമാലിൽ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ ജാംബോ MP കണ്ടു, പല പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അവിടെയെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്രൈസ്തവർ വളരെ നിസ്സഹാരായെന്ന് പീഡനങ്ങൾ മുഴുവൻ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അവരെ വളരെ ക്രൂരമായി ആക്രമിക്കുന്നു, അവരുടെ സ്വത്തുവകളെല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവരെ കൊന്നുകളയുന്ന അവസ്ഥ. എന്നാൽ ഇവിടെ അരുൺ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റിൽ, പ്രത്യേകമായിട്ട് നമുക്കറിയാം ഈ മണിപ്പൂരിൽ അവിടെ പല ഈ 90കളിൽ കുക്കിയും അതുപോലെ നാഗന്മാരും തമ്മിൽ ആ ഗോത്രങ്ങൾ തമ്മിൽ വലിയ ക്ലാഷ് ഉണ്ടായിട്ടില്ല. മെയ്തേ വിഭാഗത്തിൽ തന്നെ പങ്കൽസുമായിട്ട് അവർ തമ്മിൽ തന്നെ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പലപ്പോഴും മണിപ്പൂരിൽ പല രീതിയിലുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ കുക്കി മീത്തെ ഈ ഒരു ക്ലാഷ് നമ്മൾ വളരെ വിശദമായി നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന അവിടെ കുക്കികൾ അവർ പഞ്ചപാവങ്ങളോ അല്ലെങ്കിൽ എല്ലാ ക്രിസ്ത്യൻ എനികളെ കാണിക്കുന്ന പോലെ അവരുടെ മേലുള്ള എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളും പൂർണ്ണമായി സഹിച്ചുകൊണ്ട് അവർ നിസ്സഹായരായി ഒരിക്കലുമല്ല. അവർ നല്ല യുദ്ധവീരന്മാരാണ്, അവർ യുദ്ധം പഠിച്ചവരാണ്, പോരാളികളാണ്. അപ്പം മനസ്സിലാക്കാൻ സാധിക്കും അവരും നല്ല കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ ഈ മീത്തേക്കാരുടെ മേൽ അവർ വരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് ക്രിസ്ത്യാനികളുമായുള്ള ഒരു ഭയങ്കര വലിയ പീഡനം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം തന്നെ കുക്കികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഈ മ്യാൻമാറിലെ സൈനിക അട്ടിമറിക്ക് ശേഷം, പ്രത്യേകിച്ച് ഈ മ്യാൻമാറിലെ ഈ മണിപ്പൂരിലെ ഈ മലയോര മേഖലകളിൽ ഉണ്ടാകുന്ന ജനസംഖ്യാ വർധനവ്, ഈ അഭയാർത്ഥികളുടെയൊക്കെ ഒരു കടന്നുവരവ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പലപ്പോഴും ഈ മലയോര മേഖലകളിൽ നടത്തുന്ന ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ, അപ്പോൾ അത്തരത്തിലുള്ള പല ആശങ്കകൾ ഈ മെയ്തേ വിഭാഗത്തിനുള്ളിൽ ഈ കുക്കി വിഭാഗക്കാരോട് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ കലാപത്തിന്റെ തുടക്കം നമുക്കറിയാം ഈ ഒരു ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. പിന്നീട് മെയ് 3-ാം തീയതി ഈ ഓൾ ഇന്ത്യ ഈ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ മാർച്ചിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ചില സംഘർഷങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള പ്രകോപനങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് പിന്നീട് ഈ കലാപം ആളിപ്പടരുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരിക്കലും മെയ്തികൾ കുക്കികളെ ആക്രമിക്കുന്നത് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ടല്ല, ആ ഒരു ഗോത്രത്തോടുള്ള ആ ഒരു വിദ്വേഷം, ആ ഗോത്രത്തോടുള്ള അവരുടെ ഒരു എതിർപ്പ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു ആക്രമണം മെയ് 3-ാം തീയതി ആരംഭിച്ചത്. അപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വർഗീയമായിട്ടുള്ള ഒരു എലമെന്റ് ഇതിൻ്റെ അകത്ത് വരുന്നത്, അരുൺ സൂചിപ്പിച്ചതുപോലെ മെയ്തികളുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, ഒപ്പം തന്നെ കുക്കികളുടെയും പള്ളികളൊക്കെ ആക്രമിക്കപ്പെടുന്നു. നമ്മുടെ റിപ്പോർട്ടേഴ്സ് മെയ്തേ ക്രിസ്ത്യൻസുമായിട്ട് ഒരുപാട് ഈ വിഷയമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ 2 കാരണങ്ങളാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന്, ഇവർ ഏകദേശം 1 ലക്ഷത്തോളം പേരാണ് ഉള്ളത്. ഈ 1 ലക്ഷത്തോളം പേരുടെ അവർക്ക് വേണ്ടിയിട്ട് പള്ളികൾ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് നാഗന്മാർ, അവിടുത്തെ ഏറ്റവും പ്രബലമായ ഗോത്രം നാഗന്മാരാണ്. നാഗന്മാരും കുക്കികളാണ്. ഇതിൽ തന്നെ കുക്കികളാണ് കൂടുതൽ ഇവാഞ്ചലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടേതായ ഒരുപാട് പള്ളികൾ, അതായത് കുക്കികൾ നിർമ്മിച്ചു കൊടുത്ത ഒരുപാട് പള്ളികൾ അവർക്കുണ്ട്. ആ പള്ളികളുടെ അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും കുക്കികൾ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവരുടെ മെയ്തേസിന്റെ സ്വന്തം പള്ളികളാണെങ്കിലും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ കുക്കികളാണ് ചെയ്തിരുന്നത്. ഇതുകൂടാതെ നാഗന്മാർ പണിത് കൊടുത്തിട്ടുള്ള ഏതാനും പള്ളികളും അവർക്കുണ്ട്. അപ്പോൾ ഈ കലാപം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവിടെ ഈ സനാമഹിസത്തിന്റെ ഒരു തീവ്ര സനാമഹി ചിന്താഗതികൾ അവിടെ രൂഢമൂലമായിട്ട് അവിടെ ചില വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആരംഭത്തങ്ങൾ പോലെയുള്ള ചില വിഭാഗങ്ങൾ അവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ അവർ ഈ ഗർവാപ്പസിക്ക് പോലെ തുല്യമായിട്ട് സനാമഹിസത്തിലേക്ക് അവരുടെ ഇടയിലുള്ള മെയ്തേ ക്രിസ്ത്യൻസിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും അവിടെയൊക്കെ ഒരു വീട്ടിൽ തന്നെ ഒരാൾ സനാമഹി ആയിരിക്കും, മറ്റൊരാൾ ഹിന്ദു ആയിരിക്കും, മറ്റൊരാൾ ക്രിസ്ത്യൻ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കുടുംബങ്ങളിലൊക്കെ പല മതത്തിൽപ്പെട്ടവർ ഒരുമിച്ച് താമസിക്കുന്ന അവസ്ഥകളടക്കം ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കലാപം ഉണ്ടാകുന്നത്. ഈ കലാപം ഉണ്ടായ ആ ആദ്യ സമയങ്ങളിൽ മെയ്തേകളുടെ ഇടയിൽ ഫേക്ക് ന്യൂസുകൾ ഒരുപാട് പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ കുക്കികളെ മുഴുവൻ ഇരുന്ന് മെയ്തേ സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ്, അതുപോലെ തന്നെ അവരുടെ അമ്പലങ്ങൾ തകർക്കുന്നു എന്നുള്ള ഫേക്ക് ന്യൂസ്, ഈ രണ്ടും ഫേക്ക് ആയിരുന്നു. അപ്പോൾ ഈ വാർത്തകൾ ഇവരുടെ ഇടയിൽ വന്നപ്പോൾ ഈ മെയ്തേസ് എല്ലാം ഇളകി. ഇത്തരം ഫേക്ക് ന്യൂസുകൾ അവിടെ പ്രചരിച്ചതോടുകൂടി പിന്നെ മെയ്തേസിന്റെ ഇടയിൽ വലിയൊരു രീതിയിലുള്ള കുക്കികളോടുള്ള ഒരു രോഷം ആളിക്കത്തയാണ് ഉണ്ടായത്. അപ്പോൾ ഈ സമയത്ത് അവർ എവിടെ കുക്കിനെ കണ്ടാലും, ഇംഫാൽ താഴ്വരയിലെ ജോലി സംബന്ധമായിട്ടും പല കാര്യങ്ങൾക്കുമായിട്ടാണ് കുക്കികൾ അവിടെ താമസിക്കുന്നത്. അത്തരത്തിൽ അവിടെ താമസിച്ചിരുന്ന ഏത് കുക്കിനെ കിട്ടിയാലും കൊല്ലും, അല്ലെങ്കിൽ അവരെ ബലാത്സംഗം ചെയ്ത് കൊല്ലും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടിയ കുക്കികളെല്ലാം കൊന്നു. അതുപോലെ തന്നെ കുക്കി അഡ്മിനിസ്ട്രേഷനിലുള്ള അല്ലെങ്കിൽ കുക്കികൾ ക്രൈസ്തവരായതുകൊണ്ട് ക്രൈസ്തവികമായ എന്തും തകർക്കുക, നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയിൽ അവർ ഈ 3 ദിവസം പ്രധാനമായിട്ടും
കലാപം തുടങ്ങിയ 3-ാം തീയതി മുതൽ 4-ാം തീയതിയും 5-ാം തീയതിയും അടക്കമുള്ള ദിവസങ്ങളിൽ ആണ് ഈ പള്ളികളെല്ലാം തകർക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ കലാപത്തിൽ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ അവിടെയുള്ള ക്രൈസ്തവരെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ നാഗൻസ് അല്ലെങ്കിൽ ഈ നാഗന്മാരായ ക്രൈസ്തവരെ ആക്രമിച്ചതായിട്ട് പറയുന്നില്ല, അവരുടെ ആരാധനാലയങ്ങൾ ആക്രമിച്ചതും പറയുന്നില്ല. പിന്നെ കത്തോലിക്ക വിശ്വാസികളുടെ ആയിട്ടുള്ള പിന്നെ അവിടെ ചെറിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3-4 പള്ളികൾ ആക്രമിച്ചു. ഈ ഒരു കലാപത്തെ ചിലർ കരുവാക്കി മാറ്റി. അതായത് ചില കാര്യങ്ങൾ ചിലരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ചില ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ, അതിന്റെ ഉടമസ്ഥരാണ്. ആ ഒരു ഫേക്ക് ന്യൂസുകൾ വളരെയധികം വിദ്വേഷജനകമായിട്ടുള്ള ഒരു കലാപത്തിലേക്കാണ് അത് വഴിതെളിച്ചത്. അത് പ്രത്യേകിച്ച് അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മെയ്തേയ് സ്ത്രീകളെ കുക്കികൾ മലയോര മേഖലയിൽ ബലാത്സംഗം ചെയ്യുന്നൊരു വാർത്ത, അത് വളരെ ഒരു സ്പാർക്കായിരുന്നു. അപ്പോൾ ഈ ചിലർ ഈ ക്രിസ്തീയമായിട്ടുള്ള ചില എലമെന്റ്സിനോട് ചിലർക്കൊരു വിദ്വേഷം ഉണ്ടായിരുന്നു, ഒരു തക്കം പാർത്തിരിക്കുന്നു, അവർക്കൊരു സുവർണ അവസരമായിട്ട് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അതിന്റെ മറവിൽ ഈ ഇംഫാൽ താഴ്വരയിൽ ഈ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണമുണ്ട്. മറ്റൊരു കാര്യം സംഭവിച്ചത്, അങ്ങനെയുള്ള ഇടയ്ക്ക് തന്നെ സനാമഹി വിശ്വാസത്തിൽ നിന്ന് പലപ്പോഴും എന്താ പറയുക ആളുകൾ ഈ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണക്കാർ കുക്കികളാവുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം പിന്നെ ലഹള പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചു വെച്ചാൽ കുക്കികളോടുള്ള ദേഷ്യ തീർക്കലായിരുന്നു ശരിക്ക് ഈ മിത്തേക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനിടയിൽ കുക്കികൾ ക്രൈസ്തവരായത് കാരണം ക്രൈസ്തവമായ എല്ലാത്തിനെയും അവർ ആക്രമിച്ചവിടെ. അതാണ് അവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം ജോർജ് പറഞ്ഞ പോലെ തന്നെ ഈ ഫേക്ക് ന്യൂസുകൾ ആരാണ് അവിടെ സ്പ്രെഡ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഗവൺമെൻറ്റിൻ്റെ പരാജയം എന്ന് പറയുന്നത്. നമ്മൾ ഈ മണിപ്പൂർ കലാപത്തിൽ നമ്മൾ മറ്റേ രാഷ്ട്രീയപരമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട എലമെൻ്റ് അവിടെയാണ് ശരിക്കും. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ കാര്യമായ രീതിയിൽ ഒന്നും പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതാണ് ശരിക്കും. ബീരന് പല രീതിയിലുള്ള പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടായിരിക്കാം. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും അപ്പോൾ അവർ രണ്ടുപേരും ഒരു നോക്കത്തുകൾ എന്താണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ പോലീസിന്റെ ഒക്കെ ആയുധശാലകളിൽ നിന്ന് അനേകം ആയുധങ്ങളാണ്, പ്രത്യേകിച്ച് വെടികുണ്ടകൾ, വെടിക്കോപ്പുകൾ, തോക്കുകളൊക്കെ ഇപ്പോഴും കലാപകാരികളുടെ കയ്യിലാണ്. അത് കൃത്യമായിട്ട് അവരുടെ എത്തണമെങ്കിൽ ചില ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോർട്സ് സംവിധാനങ്ങളുടെ ചില ഇടപെടലുകൾ അല്ലെങ്കിൽ സപ്പോർട്ടില്ലാതെ ഈ കലാപകാരികളുടെ കയ്യിൽ ഇത്തരം ആയുധങ്ങളൊന്നും എത്തത്തില്ല. ജോർജ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രൈസ്തവർക്ക് വന്ന നഷ്ടം ഇനി ആ രീതിയിലാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ, ക്രൈസ്തവർക്ക് വന്ന നഷ്ടം അവരുടെ ധാരാളം പള്ളികൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒട്ടനവധി പള്ളികൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട 2 കത്തോലിക്ക ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. അതിനുശേഷം 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സുഗുണ എന്ന പ്രദേശത്ത് കുക്കികളെ ആക്രമിച്ചാണ്. പക്ഷേ അവിടുത്തെ കത്തോലിക്ക ദേവാലയവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുവകളും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ക്രൈസ്തവർ എന്ന നിലയിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേണമെങ്കിൽ ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊല്ലപ്പെട്ടത് കുക്കികളാണ്. കുക്കികളായതുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്, ക്രൈസ്തവരായതുകൊണ്ടല്ല. ഇനി നമ്മൾ പറയുകയാണ് കുക്കികളെല്ലാം ക്രൈസ്തവരാണ്, ക്രൈസ്തവരെല്ലാം മെയ്തേകൾ അല്ലെങ്കിൽ തീവ്ര വിഭാഗക്കാർ കൊന്നു എന്ന് പറയുകയാണെങ്കിൽ, കുക്കികൾ കൊന്നവരുടെയും കുക്കികൾ തകർത്ത സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്തം ക്രൈസ്തവർ ഏറ്റെടുക്കേണ്ടി വരും. അത് വളരെ ശരിയാണ് അരുൺ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ കുക്കികളെ തേടി അല്ലെങ്കിൽ കുക്കികളെ നശിപ്പിക്കാൻ വേണ്ടി മലമുകളിലേക്ക് പോയ മിഥേക്കാർ അവർ 100-800 പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അവരിൽ എത്ര പേര് തിരിച്ചു വന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ കണക്കില്ല. അവിടെ ഒരു അതിശക്തമായ പ്രകരം അവർക്ക് ഏൽപ്പിച്ചു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് കൊലപാതകം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ട്, ഞാൻ പറഞ്ഞ കൊലപാതകം ഒരിക്കലും ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കൊലപാതകം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കുക്കികൾ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഏകപക്ഷീയമായ ഒരു ആക്രമണം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ മണിപ്പൂർ കലാപത്തെ ഒരു വർഗീയ കളറോടുകൂടി മാത്രം നോക്കിക്കാണുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ സമൂഹത്തെ തന്നെ ഈ വർഗീയമായിട്ട് വിഭജിക്കുകയാണ്. അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഹൈന്ദവരുടെയും ഇടയിൽ ഒരു ശത്രുത മനോഭാവം ഇഞ്ചക്ട് ചെയ്യാനുള്ള പല ശ്രമങ്ങളും ബോധപൂർവമോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ മൂലമോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം നമ്മളൊന്നും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഒരു പ്രബല വിഭാഗമാണ് നാഗന്മാർ. അവരുടെ ഒരു ദേവാലയമോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങളോ ഒന്നും അവിടെ തകർക്കപ്പെട്ടിട്ടില്ല, നശിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴും അവിടെ ക്രൈസ്തവ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിലോ അവർ ആരാധന നടത്തുന്നതിലോ അവർ ജീവിക്കുന്നതിൽ നിന്നും യാതൊരു തടസ്സവുമില്ല. അവിടെ ഇപ്പോൾ അവരങ്ങനെ ക്രൈസ്തവർ എന്ന പേരിൽ ക്രൈസ്തവർ ആയത് കാരണം മാത്രം അവിടെ ആരും ആക്രമിക്കപ്പെടുന്നുമില്ല. അതുപോലെ തന്നെ മെയ്തേയ് ക്രൈസ്തവരെ സംബന്ധിച്ചും അവരും ഇപ്പോഴും യാതൊരു പരാതിയും മെയ്തേയിലുള്ള തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് ഇപ്പോഴും പറയുന്നില്ല. കാരണം ഇപ്പോഴും അവർ മെയ്തേയ്സിന്റെ ഉള്ളിൽ തന്നെ, മെയ്തേയ് സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ സുരക്ഷിതമായിട്ട് തന്നെ കഴിയുന്നുവെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ, ഇംഫാൽ കത്തീഡ്രൽ തൊട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങളും എല്ലാം മെയ്തേയ്സ് താമസിക്കുന്ന ഇംഫാൽ താഴ്വരയിൽ പിന്നീട് ആക്രമണങ്ങളൊന്നും ഉണ്ടായതായിട്ട് നമുക്ക് അറിയില്ല. ഈ ഒരു മണിപ്പൂർ കലാപത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കുമ്പോൾ
അവിടെ ഉണ്ടായിട്ടുള്ളത് ശരിക്ക് ഒരു വംശീയ കലാപമാണ് ശരിക്കും. അതിൽ വർഗീയത കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അവിടെ സംഭവിച്ച പ്രധാനപ്പെട്ട പരാജയം അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനാണ്, അവിടുത്തെ നേതൃത്വമാണ്. അതാണ് അപ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് സംഭവിച്ചത്. ആ സംഭവത്തെ പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടെന്ന് അറിയത്തില്ല, വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യം. അത് പലപ്പോഴും ഒരു വർഗീയ കലാപമായി ചിത്രീകരിക്കാനും അതുപോലെ ഒരു വല്ലാത്ത ഒരു ക്രിസ്ത്യാനികളോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയൊരു ഒരു പരിശ്രമം പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അത് ഈ ക്രിസ്ത്യാനികളോട് ഇത്തരത്തിൽ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഈ മണിപ്പൂർ വിഷയം എടുത്തിടുന്നവരുടെ യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യാനികളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവർക്ക് കൃത്യമായിട്ട് ക്രിസ്ത്യാനികളോട് അത്രമാത്രം ഇവർ കാണിക്കുന്ന അത്രയും സ്നേഹമുണ്ടെങ്കിൽ ഈ മണിപ്പൂർ കലാപത്തെയും ഈ നൈജീരിയയിലും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഒക്കെ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെയും ഒരേപോലെ കാണുവാൻ അല്ലെങ്കിൽ ഒരേപോലെ അതിനെതിരെ പ്രതിഷേധിക്കുവാനുള്ള ഒരു നട്ടൽ ഇവർ കാണിക്കണം. അതുകൊണ്ട് തന്നെ ഇവർ ഈ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞ് ക്രിസ്തീയ സ്നേഹം കാണിക്കുന്നവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജോർജ്, എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കേണ്ടത് നാഗന്മാരാണ്. നാഗന്മാർ അവിടുത്തെ പ്രബല വിഭാഗമാണ്. മെയ്തേയികളടക്കം ഭയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് നാഗന്മാർ. ഈ നാഗന്മാർ ഭൂരിഭാഗം പേരും തന്നെ ക്രൈസ്തവരാണ്. പക്ഷേ നാഗന്മാർ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അവരൊരിക്കലും കുക്കീസ് ക്രൈസ്തവരാണെന്നും പറഞ്ഞ് കുക്കീസിൻ്റെ കൂടെ ചേരുന്നില്ല. പകരം അവർ രണ്ട് വിഭാഗത്തിൻ്റെ ഇടയിൽ തന്നെ നിൽക്കുകയാണ്, പക്ഷം ചേരാതെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതെങ്കിലും ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഒപ്പം ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലൂടെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ടും ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് മണിപ്പൂർ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. വളരെ ബ്രൂട്ടലായിട്ട് നമുക്കറിയാം ഈയിടെ അസർബൈജാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വളരെ എന്നാ പറയുക ദയനീയമായിരുന്നു. അവരെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ആഫ്രിക്ക നൈജീരിയയിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ദുഃഖം വേണം, അതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു മേഖല പ്രാർത്ഥന വേണം, നമ്മുടെ രീതിയിലുള്ള അതൊക്കെ അവസാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ വേണം. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ വൺ സൈഡ് ആയി പോകാൻ പാടില്ല. എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ചില നേതാക്കന്മാർ പെട്ടെന്ന് മണിപ്പൂർ പൊക്കേണ്ടി വരുമ്പോൾ എന്താണ് അവരുടെ ലക്ഷ്യം തിരിച്ചറിയാനുള്ള ഒരു വലിയ വിവേകവും ഒരു വലിയ ബുദ്ധിയും നമ്മൾ കാണിക്കും. തീർച്ചയായും നമുക്ക് ഒരു പോയിന്റ് കൂടി ഒന്ന് കൃത്യമായിട്ടൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. പ്രത്യേകിച്ച് ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ബിരൺ സിംഗ് നേതൃത്വം നൽകുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, അവർക്ക് കൃത്യമായിട്ടുള്ളൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് അടിച്ചമർത്തുവാനോ അല്ലെങ്കിൽ ഈ നൽകേണ്ട സമയത്ത് നൽകേണ്ട പ്രസ്താവനകൾ, ഒരു സമാധാന ആഹ്വാനം, അതാണ് പലപ്പോഴും കേരളത്തിലെ മാത്രമല്ല ഒരു സെക്യുലർ കാഴ്ചപ്പാടുള്ള പൊതുസമൂഹത്തിന് ഒരു വേദന അല്ലെങ്കിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. ഈ കലാപം ഇത്രത്തോളം നാളുകളായി, 8 മാസത്തോളമായി. അപ്പോൾ ഒരു മണിപ്പൂരിൽ സമാധാനത്തിനൊരു ആഹ്വാനം നൽകുവാനോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ അതിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ളൊരു നടപടികൾ സ്വീകരിക്കുവാനോ ആർജവമുള്ള പല നടപടികളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് തീർച്ചയായും ചില പരിമിതികൾ കേന്ദ്ര സർക്കാരിനുണ്ട്. കാരണം അവിടുത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സിനാരി വെച്ച് നോക്കുമ്പോൾ പരിമിതികളുണ്ട്. പക്ഷേ എങ്കിൽ പോലും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിച്ച് ഖ്യാതിയുള്ള കേന്ദ്ര സർക്കാരിന് ചില കാര്യങ്ങൾ, ചില ആർജവമുള്ള ചില നിലപാടുകൾ ഇതിൽ സ്വീകരിക്കാമായിരുന്നു എന്ന ഒരു വാദം വളരെയധികം ശക്തമാണ്. ജോർജ്, നമ്മളിപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫാക്ട് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും പലയിടത്തും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നു ഛത്തീസ്ഗഡിലെ നാരായൺപൂരിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായ ക്രൂരമായ ആക്രമണങ്ങൾ. കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചത്. അതെ. അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ക്രൈസ്തവരുടെ പലപ്പോഴും അനാഥ മന്ദിരങ്ങളിലെല്ലാം മധ്യപ്രദേശിലെ, അതുപോലെ തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന്റെ സ്ഥാപനങ്ങളിലെല്ലാം അവർ കൃത്യമായൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് ആ വാർത്തകളും അല്ലെങ്കിൽ അവിടുത്തെ നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചൈനയ്ക്ക് എപ്പോഴും നോർത്ത് ഈസ്റ്റിന് മേൽ ഒരു കണ്ണുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്നും കൂടി ഇത് ചിന്തിക്കുമ്പോൾ ഈ അവിടെ നടക്കുന്ന കുക്കികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഗോത്രവിഭാഗങ്ങളായിക്കോട്ടെ, അവിടെ നടക്കുന്ന ഒരു ആൻറ്റി നാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കലാപ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ഏതൊരു ആക്രമണങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് അത് സെൻറ്റർ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വർഗീയതകൾ കലർത്തുമ്പോൾ ഈ ഇഷ്യൂ രാജ്യത്തെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു ചിന്തഗതിയാണ് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്, നമുക്ക് മേറ്റേഴ്സ് എല്ലാം ബീരൻ സിംഗിന്റെ പിന്നിലാണ് അണിനിരക്കുന്നത്. പക്ഷേ കുക്കീസ് എല്ലാം അണിനിരക്കുന്നത് പ്രധാനമന്ത്രിയുടെ കൂടെയാണ്. ഈ സത്യം ഇവിടെ ആരും പുറത്തു പറയുന്നില്ല. കുക്കീസ് ഇപ്പോഴും പ്രധാനമന്ത്രിയിലാണ് വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളിവിടെ മനസ്സിലാക്കുന്നതല്ല അവിടുത്തെ പൊളിറ്റിക്സ്. സത്യം
നമ്മൾ ഈ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പം അരുൺ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ. അത് തികച്ചും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് പല തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ഭാഗത്തു നിന്നും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ, ക്രൈസ്തവർക്ക് നേരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താറുണ്ട്. നേരത്തെ അരുൺ സൂചിപ്പിച്ചു, പ്രത്യേകിച്ച് ബാലാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് മിഷണറീസ് ഓഫ് ചാരിറ്റി കോൺഗ്രിഗേഷൻ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അത് അപലപിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള ആർജവമുള്ള നടപടികൾ സ്വീകരിക്കാൻ അതാത് ഭരണകൂടങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാകണം എന്നതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഒരു വസ്തുത, പ്രത്യേകിച്ച് ഒരു വർഗീയ കലാപം എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, പല ഫാക്ടേഴ്സ്, ഒരു വംശീയ കലാപത്തിൻ്റെയൊക്കെ പല ദീർഘ ചരിത്രമുള്ള ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കലാപം വർഗീയ കലാപമാണ് എന്ന് ഒരു വൺ സൈഡഡ് ആയിട്ട് പറയുമ്പോൾ അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ചില ദൂരവ്യാപകമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളുണ്ട്. അത് സമൂഹത്തിൽ പലപ്പോഴും ഉണങ്ങാത്ത പല മുറിവുകളും പല വിഭജനങ്ങളും പല അകൽച്ചകളും പലരുടെ ഇടയിലും സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ളൊരു വിവേകം കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും പല മാധ്യമങ്ങളും കാണിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അവിടെ ക്രൈസ്തവർക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു വർഗീയ എലമെൻ്റ് ചേർത്ത് കഴിയുമ്പോൾ അത് സമൂഹത്തിലൊരു വിഭജനം സൃഷ്ടിക്കും എന്നൊരു സത്യം പലരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വസ്തുത, അതിലേക്കുള്ളൊരു അന്വേഷണമാണ് ഷെക്കേന ന്യൂസിൻ്റെ എന്താണ് വാസ്തവം ഞങ്ങളുടെ ഈ ഒരു ടീം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിൻ്റെ ഒരു വസ്തുത, അവിടെ ഈ വംശീയമായിട്ടുള്ള ആ ഒരു കലാപത്തിൽ ചില വർഗീയമായിട്ടുള്ള ചില എലമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തോത് എത്രത്തോളമാണ് എന്ന് പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തൊരു സംഭവത്തിൻ്റെ ഒരു വാസ്തവം തേടി ഞങ്ങളുടെ ഈ ഒരു ടീം നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.